മരണം എപ്പോൾ എവിടെ വെച്ചാ വരണമെന്നറിയില്ല. ഞാൻ ഇന്നലെ ജുമയ്ക്ക് വേണ്ടി എൻ്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ എൻ്റെ ബൈക്ക് പാഞ്ഞു കയറിപ്പോ എൻ്റെ വണ്ടിയെ ഓവർടേക്ക് ചെയ്തിട്ട് അവർ വണ്ടി കയറിപ്പോയി. എതിരെ വന്ന ഒരു കുടുംബത്തിലെ രണ്ട് ചെറുപ്പക്കാർ, ജ്യേഷ്ഠനും മനുഷ്യനും, അള്ളാഹുവെ കണ്ണിന്റെ മുന്നിൽ ഇന്നോവ ഇടിച്ച് ലോറിയുടെ അടിയിൽ വീണിട്ട് അള്ളാഹുവെ കുടൽമാല വരെ വെളിയിൽ വീഴുന്ന അവസ്ഥയിൽ കിടന്ന് മരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോയി രണ്ട് ചെറുപ്പക്കാർ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോ എവിടെ വെച്ചാ വരണമെന്നറിയില്ല. പക്ഷെ എപ്പോ എവിടെ വെച്ച് വന്നാലും അള്ളാഹു മനോഹരമാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും. നമ്മുടെ വാപ്പ പോയതുപോലെ, നമ്മുടെ ഉമ്മ പോയതുപോലെ, നമ്മുടെ കുടുംബക്കാര് പോയതുപോലെ നമ്മൾ ഒരു ദിവസം പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാവരും പറയും എല്ലാവർക്കും മരണത്തിന് പേടിയാ, എല്ലാവർക്കും മരിക്കാൻ പേടിയാ. ചിലര് പറയും പേടിയൊന്നുമില്ല, വെറും നാവ് കൊണ്ടേ പറയത്തുള്ളൂ. എനിക്കും മരണത്തിന് പേടിയില്ല എന്ന് നമ്മളൊക്കെ നാവ് കൊണ്ട് പറഞ്ഞാലും നമുക്ക് മരിക്കാൻ പേടിയാ. എങ്കിൽ എന്തിനാ മരണത്തിന് ഇത്ര ഭയപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ മരണത്തെ ഇത്ര ഭയപ്പെടുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? മരണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? തുഹ്ഫത്തുൽ മുഅ്മിനിൽ മൗത്ത് ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സമ്മാനം വാങ്ങുമ്പോൾ ആരെങ്കിലും കരയോ? പറമശമര കരയോ? ഇനി കരഞ്ഞാലും അത് സന്തോഷത്തിന്റെ കണ്ണുനീരല്ലേ? മരിക്കണേന്റെ സമ്മാനം വാങ്ങുന്ന സമയത്ത് ഒരാളുടെ കണ്ണ് നിറഞ്ഞാലും അത് സന്തോഷത്തിന്റെ കണ്ണുനീരാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മരണം അള്ളാഹു തരുന്ന സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സമ്മാന പൊതി പോലെ മരണം വാങ്ങാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു ചെന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു നിനക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. എന്താ ഓഫർ? നിന്റെ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് അസ്റായീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയാ, 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കാം. 40 വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നതെന്ന് നോക്കാൻ തുടങ്ങിയിട്ട്, കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി. എനിക്ക് ഒരു ആഗ്രഹമില്ല, പിടിച്ചോ. അല്ലാഹുവേ പടച്ചോനെ, അസ്റായീൽ അലൈഹിസ്സലാം പിന്നെയും ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. അല്ലാഹ് പറഞ്ഞല്ലേ ഒന്നും ഇല്ലാന്ന്, പിടിച്ചോളാം. പിന്നെയും ചോദിച്ചു, വല്ല ആഗ്രഹം ഉണ്ടോ? അപ്പൊ പറഞ്ഞു, അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ 2 റക്അത്ത് ഉളു എടുത്തിട്ട് നിസ്കരിക്കാം. 2ാമത്തെ റക്അത്തിന്റെ സുജൂദി കിടക്കുമ്പോ പിടിച്ചോ. അല്ലാഹു ആ മനുഷ്യൻ അങ്ങനെ മരണം തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ ഈ സദസ്സിൽ വഅദുണ്ടാകും. ചിലപ്പോൾ പറയാൻ ഞാനുണ്ടാകൂല, ചിലപ്പോൾ കേൾക്കാൻ നിങ്ങളുണ്ടാകില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉണ്ടാകുമോ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? സ്ക്രീനിൽ നോക്കാതെ ഇങ്ങോട്ട് നോക്കുക ആക്കാമാരെ. ഞാൻ 6 അടി നീളത്തിൽ ഇവിടെ നിൽക്കണം, എല്ലാവരും സ്ക്രീനിലോട്ടാണ് നോക്കണം. എന്നെ എവിടെ നിന്നാലും കാണാൻ അത്രയ്ക്ക് ഹൈറ്റ് അല്ലേ? അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു ഹൈറ്റ് ഇങ്ങനെ കൊടുക്കുന്ന അള്ളാഹു മുകളിലോട്ട് ഇങ്ങനെ. മനുഷ്യന്മാരെ, ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങൾക്കൊക്കെ വല്ലവന്റെ മയ്യത്തല്ലേ ഇന്നുവരെ കൊണ്ടടക്കിയിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് പോകാൻ സമയമായോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? പറ, ഉണ്ടോ? മരണം അടുത്തു എന്നറിയാൻ വല്ല അടയാളമുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് മരിക്കാൻ സമയമായോ എന്നറിയാൻ എത്ര അടയാളമുണ്ട്? 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അടയാളം ഉണ്ടോന്ന് നോക്കിയിട്ട് പോകാം, അതാ നല്ലത്. അടയാളം, ഈ പറയുന്ന 3 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടോ നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ മരണത്തിന്റെ അടയാളം പറഞ്ഞുതരട്ടെ. കേൾക്കാൻ ആഗ്രഹമുള്ളവരുന്ന് കൈവക്കിക്ക്. നീ പൊക്കണ്ട, അസ്റായീൽ പൊക്കിക്കോളൂ. നീ കൈ പൊക്കുവോ പൊക്കാതിരിക്കാതെ നിന്റെ ഇഷ്ടം. കൈ പൊക്കലും പൊക്കാതിരിക്കാൻ നിന്റെ ഇഷ്ടം. പക്ഷെ ആര് പൊക്കിയിരിക്കും? നീ എവിടെ പോയാലും അസ്റായീൽ നിന്നെ പൊക്കിയിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
അടയാളമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ പോണം, കോട്ടയ്ക്കൽ പോണം, ചങ്കുവട്ടിയിലെങ്ങാനും പോയിട്ട് നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നീ തന്നെ വാങ്ങിച്ചോണം. ഇത്ര പറയാനുള്ളത്. അടയാളമൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന അടയാളങ്ങളിൽ ഏതെങ്കിലും എന്റെ പെങ്ങന്മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഫർദൊന്നും എടുക്കണ്ട, നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നിന്റെ പൈസ കൊടുത്ത് എന്നെ മേടിച്ചു വെച്ചോ. അതാ ഒന്നാമത്തെ കാര്യം. പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ചോണം, കടം വീട്ടാനുണ്ടെങ്കിൽ കടം വീട്ടിക്കോണം, ആരോടെങ്കിലും യാത്ര പറയാനുണ്ടെങ്കിൽ പറഞ്ഞോണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നേരെ ഇരുന്നിട്ട് അടയാളം ഒന്ന് കേട്ടെ. ഇതിലെ പ്രസവിക്കുന്ന ആശുപത്രി പെണ്ണുങ്ങൾ ഇരിക്കണോ ഇരിക്കാതെ നേരെ ഇരുന്നില്ല. മരണത്തിന്റെ അടയാളം കേൾക്കാൻ പോണ നാളെ ഇന്ന് രാത്രി വിട്ടുക, ഇന്ന് രാത്രി അസ്സലായി വെട്ടിക്കൊണ്ടു പോവാ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ അടയാളം. ധൈര്യം ഉണ്ടല്ലോ, ധൈര്യം ഉണ്ടല്ലോ, പറ ധൈര്യം ഉണ്ടല്ലോ. ഒന്നാമത്തെ അടയാളം, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരി, നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെ ഈ കറുത്ത രോമമുണ്ടല്ലോ, നിങ്ങളുടെ താടിയിലെ ഈ രോമമുണ്ടല്ലോ, ആ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അപ്പാ നിനക്ക് നീ തന്നെ കബറ് കുഴിച്ചിട്ടോ, നിന്റെ മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ അടയാളം എന്താ? ഒന്നാമത്തെ അടയാളം എന്താ? നല്ലതുപോലെ നോക്കിക്കോ, തലയിലും താടിയിലും നല്ലതുപോലെ നോക്കിക്കോ. ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി വെളുക്കാൻ വല്ലതുണ്ടോ? ഞാൻ പുറകോട്ട് നോക്കണില്ല, കാരണം അധികവും വെളുത്തിരിക്കുക. കാരണം എല്ലാവരും ചിലരൊക്കെ താടിയിൽ ഇങ്ങനെ പിടിച്ചു തുടങ്ങി, ഉസ്താദെ വെട്ടാറായി, സമയമായി, എപ്പോ വേണമെങ്കിലും. മനുഷ്യന്റെ മുടി നരയ്ക്കുക അത് മരണത്തിന്റെ അടയാളമാണ്. വേണമെങ്കിൽ നന്നായിക്കോ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഏകദേശം തീരുമാനമായി, പഠിച്ചു കിടക്കണ വാപ്പായ്ക്ക് ഏകദേശം ഉറപ്പായി. ഇനി രണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് പിന്നെ പറയാനില്ല, ഏകദേശം എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഇല്ലാത്ത ആരുമില്ല. പ്രഷറുണ്ട്, പണ്ടൊക്കെ ചോദിക്കും എങ്ങനെയാടാ, കാണുമ്പോ സുഖമാണോടാ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ അങ്ങനെ പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ, 2 വിഭാഗം, ഒന്ന് നല്ലത്, ഒന്ന് മോശം. അവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, പഴയ ആരോഗ്യം നഷ്ടപ്പെടുക. ഓടാൻ വയ്യ, നടക്കാൻ വയ്യ, കുനിയാൻ വയ്യ, ഇരിക്കാൻ വയ്യ, എല്ലാം വേദന, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി, നെഞ്ചു വിരിച്ച് നടന്നവന് വളഞ്ഞു തുടങ്ങി. അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കരഞ്ഞ് തൗബ ചെയ്തിട്ട് വേണം പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി അടയാളം വന്നില്ല എന്ന് പറഞ്ഞ് ആരും ചിരിക്കണ്ട. ഇത് വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് 3 വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. ബൈക്ക് എടുത്തിട്ട് രാവിലെ പള്ളി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെ നോക്കുമ്പോ ആംബുലൻസിനകത്ത് പെട്ടിക്കകത്ത് വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് അറിയില്ല. എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണ്, എല്ലാവരും ചിരിച്ചു കളിച്ചു വല്ലാത്ത ആനന്ദത്തിലാ. എന്റെ പ്രിയമുള്ളവരെ, കുല്ലും صبهم في أهله والموت أدنى من شراك نعله. കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാ ചെറുപ്പക്കാരാ. ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ നടക്കുന്ന ഓരോ മനുഷ്യനുമുണ്ടല്ലോ, അവന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലേക്ക് നോക്കുന്നത് നല്ലതാ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് ചോദിക്കുകയാ, മോശമായ മരണത്തിന്റെ അടയാളമൊന്ന് പറഞ്ഞു തരുവോ നബിയേ?
അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാ, നല്ല മരണത്തിന്റെ അടയാളമെന്ന് പറഞ്ഞു തരുവോ? നല്ല മരണത്തിന്റെ അടയാളമെന്ന് പറഞ്ഞു തരുവോ? മോശമായ മരണത്തിന്റെ അടയാളമെന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മോശമായ മരണത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? മോശമായ മരണത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, സ്വഹാബാ, മോശമായ മരണത്തിന്റെ അടയാളം എന്താ? എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാ, ആ മനുഷ്യന്റെ മുഖത്ത് നിറമങ്ങ് മാറുകയാണ്. പടച്ചവനെ, കാണാൻ സുന്ദരനായിരുന്നു, വല്ലാത്ത സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ മരിച്ചു കിടന്നപ്പം മുഖത്ത് നോക്കാ പേടിയാ, കാരണം വല്ലാതെ നിറം മാറിയിരിക്കുന്നു. അതാ മുഖത്ത് നിറമങ്ങ് മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, വന്ന് മുഖത്തിന്റെ നിറം മാറലാ, മുഖമങ്ങ് കറുക്കുകയാണ്. രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുവോ? വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാ. പടച്ചവനേ, മൂന്നാമത്തെ അടയാളം എന്തെന്നറിയുവോ? മൃഗങ്ങൾ കിടന്ന് മുക്കറയിടുന്നത് പോലെ, മൃഗങ്ങളെ മരിക്കുന്ന സമയത്ത് കിടന്ന് വലിക്കുന്നത് പോലെ ആ മനുഷ്യൻ വലിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാലാമത്തെ അടയാളം എന്തേ? കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തലാ. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, പടച്ചവനെ മലമൂത്ര വിസർജനം പോലും നടത്തി പോവുകയാ. അല്ലാഹുവേ, അവന് വല്ലാത്ത ദാഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? എങ്ങനെയാ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക? എങ്ങനെയാണ് കടന്ന് വിളിച്ചു പോവാതിരിക്കുക? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ ഒരിക്കൽ അസുറായിലിനോട് ചോദിക്കുന്നു, അസുറായിലേ, മോശമായ ഒരാളുടെ റൂഹ് പിടിക്കാൻ പോകുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു തരുവോ? അസ്രായിൽ പറയുന്ന, നബിയേ, നിങ്ങൾക്കതിന് കഴിയൂല, നിങ്ങളെ കൊണ്ടതിന് കഴിയൂല. അവസാനം അവിടുന്ന് നിർബന്ധിക്കുമ്പോ അല്ലാഹുവേ, അസ്രായിൽ തന്റെ രൂപമങ്ങ് കാണിച്ചു കൊടുക്കുകയാ. ആകാശം വരെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. നരകത്തിന്റെ തീയവിടത്തെ വായിലൂടെ, കണ്ണിലൂടെ, മൂക്കിലൂടെ ഇങ്ങനെ അതാ കത്തിപ്പടരുകയാ. കാണേണ്ട താമസം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായ വീണു പോവുകയാണ്. ബോധം കെട്ട് വീഴുകയാണ്. അവസാനം ബോധം തിരിച്ചു വന്നപ്പോ അവിടുന്ന് പറയുന്നു, അസുറായിലേ, എന്തിനാ നരകത്തിന്റെ ശിക്ഷ? എന്തിനാ? എന്തിനാ മരണത്തിന്റെ ശിക്ഷ? എന്തിനാ ഖബറിന്റെ ശിക്ഷ? എന്തിനാ? അല്ലാഹുവേ, ഈ ഒരൊറ്റ കാഴ്ച കണ്ടാ തന്നെ മനുഷ്യൻ നശിച്ചു പോകുമല്ലോ. ഈ ഒരു രൂപം മതിയല്ലോ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനുമല്ലോ. അതിനു പകരമായിട്ട് ഈ കാഴ്ചയൊന്നും മതിയല്ലോ. എന്തിനാ വേറെ ശിക്ഷ? എന്തിനാ? ഇബ്രാഹിം നബിയോട് അല്ലാഹു ചോദിച്ചു, ഇബ്രാഹിമേ, മരണം എങ്ങനെയുണ്ടായിരുന്നു? കരഞ്ഞുകൊണ്ട് പറയുന്നു, പടച്ചുറപ്പേ, 365 നരമ്പുകളുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു നനഞ്ഞ പഞ്ഞിയുടെ തട്ട് മുള്ളിന്റെ മുകളിലിട്ടിട്ട് വലിച്ചു പറിക്കുന്നത് പോലെ വല്ലാത്ത വേദനയായിരുന്നു റബ്ബേ. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറയുകയാ, മൂസാ നബിയോട് ചോദിച്ചു, മരണം എങ്ങനെയുണ്ടായിരുന്നു? നാദാ, തിളച്ച എണ്ണയ്ക്കകത്തൊരു ജീവനുള്ള കുരുവിയിട്ട് കരിക്കുന്ന
സഹിക്കുന്നത് പോലെയായിരുന്നു റബ്ബേ. മരണത്തിന് വല്ലാത്ത വേദനയാ. റസൂലുള്ളാഹി പോലും പറഞ്ഞല്ലോ, മരണവേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും കരഞ്ഞുകൊണ്ട് പറയുന്നു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായീൽ. ലോകത്തിന്റെ നേതാവ് പോലും കരഞ്ഞു പോയെങ്കിൽ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, മലക്കുൽ മൗത്ത് പോലും കരഞ്ഞു പോകുന്ന രംഗവാ ലോകത്ത്. അല്ലാഹുവേ, ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമായി. അല്ലാഹു അസ്റായിലും ബാക്കിയായി. അല്ലാഹു പറയുന്ന, അസ്റായിലേ നീ നിന്റെ റൂഹ് പിടിക്ക. അസ്റായിലേ പടച്ചവനേ, മലക്കുൽ മൗത്ത് സ്വന്തമായിട്ട് റൂഹ് പിടിക്കുകയാ. റൂഹ് പിടിക്കാൻ തുടങ്ങിക്കഴിയുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. ഈ മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ജനങ്ങളുടെ റൂഹ് പിടിക്കുമ്പോ ഞാനൊരു മയം കാണിക്കുമായിരുന്നു. അല്ലാഹ് മലക്കുൽ മൗത്ത് പോലും കരഞ്ഞുകൊണ്ട് പറയുമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് മലമൂത്ര വിസർജനം നടത്തുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, എങ്ങനെയാണ് പടച്ചുറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ എങ്ങനെയാ വരുന്നതെന്നറിയുമോ? എങ്ങനെയാ മലക്ക് വരുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ അതാ മലക്കുൽ മൗത്ത് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ കാഴ്ചയുണ്ടല്ലോ, ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാണ്. പടച്ചവരെ, ആ കാഴ്ച കാണുമ്പോഴേ പിടഞ്ഞു വീഴുകയാ. ദുർമാർഗായ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ വഴിപ്പെടാത്തവനുണ്ടല്ലോ, കാണേണ്ട താമസമങ്ങ് പിടഞ്ഞു വീഴുകയാ. എല്ലാരും കാണുമല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, ഫകശഫിനാ അൻക ഇതാക ഫബസറുക اليوم حديد. ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് മലക്കുൽ മൗത്തിനെ കാണുമെന്ന് പറഞ്ഞത് അല്ലാഹുവോ? അല്ലാഹയാ പറഞ്ഞത് നമ്മൾ കാണുമെന്ന്. പടച്ചവരെ, മലക്കുകളതാ ഇറങ്ങി വരികയാണ്. ചുറ്റുഭാഗം ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. പടച്ചവനെ കണ്ട ഉടനെ പിടഞ്ഞു വീഴുകയാണ്. ശരീരത്ത് കിടന്ന് റൂഹങ്ങ് പിടികൊടുക്കാതെ ഓടുമ്പോ മലക്കുകൾ പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മലക്കുകൾ പറയുന്നു, നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ്. ആരെ വേണമെങ്കിലും വിളിക്കലോ, നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും നീ വിളിച്ചോ. എന്നിട്ടതാ തല്ലിച്ചതച്ചുകൊണ്ട് റൂഹ് പിടിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, അല്ലാഹുവേ, മരണത്തിന്റെ രംഗം ഭയാനകമായ രംഗമാ. പടച്ചവരേ, മരണസമയം ഇങ്ങനെ അടുത്ത് വരുമ്പോ അതാ മലക്കുകൾ ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒന്നാമതായി കൊണ്ടുവന്ന് കാണിക്കുന്നത് എന്തെന്നറിയുമോ? അവന്റെ മക്കളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ, അവന്റെ ഭാര്യ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ, അവന് സമ്പാദിച്ച സമ്പത്ത് മുഴുവനും അവന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവര്, എന്റെ മക്കളെ വിട്ടിട്ട് പോകണമല്ലോ, എന്റെ ഭാര്യ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണമല്ലോ, സമ്പാദിച്ചത് വെച്ചത് മുഴുവനും
മുഴുവനും കളഞ്ഞിട്ട് പോകണമല്ലോ. വല്ലാത്ത ദുഃഖമാ, വല്ലാത്ത ദുഃഖമാ. രണ്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടി അമല് മുഴുവനും സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവര്, ഞാൻ രക്ഷപ്പെടൂലല്ലോ അല്ലാ, ഞാൻ നശിച്ചു പോയല്ലോ അല്ലാ. മരണസമയം അവനെ തിരിച്ചറിയുകയാണ്. പടച്ചവര്, പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ മനുഷ്യന്റെ മുന്നിൽ ആദ്യമായിട്ട് സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. ആ സ്വർഗത്തിലേക്ക് അവൻ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുമ്പോ മലക്കുകൾ പറയുന്നു, എടാ വൃത്തികെട്ടവനെ, ഈ സ്വർഗവാടാ നീ കളഞ്ഞത്, ഈ സ്വർഗമാണ് നീ വലിച്ചെറിഞ്ഞത്, നിന്റെ വാസസ്ഥലം കാണുന്നുണ്ട്. അല്ലാഹുവേ, നരകമങ്ങ് കാണിച്ചു കൊടുക്കുകയാ. പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം കണ്ടിട്ടാ അവന് ചാകുന്നത്, അവൻ നരകം കണ്ടിട്ടാ യാത്രയാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെ അടയാളം പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നല്ല മരണത്തിന്റെ അടയാളമൊന്ന് പറഞ്ഞു തരുവോ നബിയേ? നല്ല മരണത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? ഇനി മുതൽ മയ്യത്ത് കാണുന്ന സമയത്ത് നോക്കണം ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട പെട്ടെന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ കാണുന്ന ചില അടയാളങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആ മനുഷ്യന്റെ നെറ്റിത്തടമെന്ന് വിയർക്കുകയാണ്, മൂക്കിന്റെ ദ്വാരമെന്ന് വികസിക്കുകയാണ്. മുഖത്ത് വല്ലാത്ത പ്രകാശവാ, മുഖത്ത് വല്ലാത്ത പ്രകാശവാ, ചുണ്ടിലും പുഞ്ചിരിയാ. ഇതുപോലെ എത്രയോ ജനാസ കണ്ടിട്ടുണ്ട്. ചിലരുടെ മുഖത്ത് നോക്കിയാ കണ്ണെടുക്കാ തോന്നുന്നില്ലോ. പിന്നെയും പിന്നെയും ഇങ്ങനെ നോക്കുകയാണ്. കിടന്നുറങ്ങുന്ന മനുഷ്യനെ പോലെ, കിടന്നുറങ്ങുന്ന മനുഷ്യനെ പോലെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അല്ലാ, അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശവാ. കാരണമെന്തെന്നറിയുവോ? കാരണമെന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് മലക്കുകൾ കടന്നു വരുന്നത്? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിക്കുന്നതിന് മലക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? പടച്ചവരെ, വീടിന്റെ മുന്നിൽ വന്നിട്ട് പറയും, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. വീടിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാ. നിന്റെ കണ്ണിന്റെ മുന്നിൽ കടന്നു വന്നിട്ട് വെള്ള വസ്ത്രം ധരിച്ച് സുഗന്ധമടിക്കുന്ന രീതിയിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോട് അതാ മലക്കുൽ മൗത്ത് അനുയായികളും കടന്നു വന്നിട്ട് അവിടെ നിന്ന് നിന്റെ മുന്നിൽ സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ കരുണ ലഭിച്ചവന്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പടച്ചവനെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, ആ മനുഷ്യന്റെ റൂഹങ്ങ് പിടിക്കാൻ തുടങ്ങുകയാണ്. ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് പിടയുമ്പോ ചുറ്റുഭാഗം മുഴുവനും മലക്കുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അവർ സ്വാഗതം പറയുകയാണ്, അവർ സ്വാഗതം പറയുകയാ. أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. മരണസമയത്ത് ചുറ്റുഭാഗത്ത് മലക്കുകൾ നിന്നിട്ട് അവിടെ നിന്ന് സ്വാഗതം പറയുകയാ. എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിളിച്ചു കൂവുന്നത്? നോക്ക് കണ്ടോ, മലക്കുകളെ നിരന്ന് നിൽക്കുന്നത് കണ്ടോ? നിങ്ങളെ കൊണ്ടുപോകാനാ, നിങ്ങളുടെ റൂഹിനെ സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയല്ലേ. മലക്കുകളെ സ്വാഗതം
പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ചവനെ അവസാനം ആ മനുഷ്യന്റെ അവയവങ്ങളുണ്ടല്ലോ, ഒരു കാല് മറ്റൊരു കാലിനോട് സലാം പറയുകയാ. ഇനി ഖിയാമത്ത് നാളിൽ കാണാ പടച്ചവനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ പരസ്പരം സലാം പറയുകയാ. അവിടെ റൂഹ് പിടിച്ച് പടച്ചവരെ തൊണ്ണക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ മലക്കുകളെ നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചുറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് ആ മനുഷ്യരോട് പറയുന്ന, മനുഷ്യ, ഈ നരകത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, ഈ നരകത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. നിങ്ങളുടെ വാസസ്ഥലം കാണണ്ടേ? വാബുശിറൂ ബിൽ ജന്നാ. മരണസമയത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗമെന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മരണം അല്ലാഹു കൊടുത്തു വിടുന്ന സമ്മാനവാ. എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് ഓരോ പദവിയുണ്ട്. അല്ലാഹു അമലുകൾക്കനുസരിച്ചിട്ട് മരണം മനോഹരമാക്കുകയാണ്. ഒന്നാമത്തെ മരണം എന്തെന്നറിയുവോ? ഒന്നാമത്തെ മരണം എന്തെന്നറിയോ? അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്ന് പറഞ്ഞു കൊടുക്കണമെന്നാട്. ഈ ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യർ അവന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ സ്വർഗ്ഗവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുമ്പോഴും VVIP ആയിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരണം VVIP എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? ചില ആൾക്കാർ മരിക്കുന്ന സമയം അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും പറഞ്ഞു കൊടുക്കണ്ട, സ്വമേധയാ ഓർമ്മയോടുകൂടി പറഞ്ഞിട്ട് ചിലർ മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ മരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം എങ്ങനെ മരിക്കണം? രണ്ടാമത്തെ വിഭാഗം ഈ സദസ്സിൽ ഇരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒന്നാമത്തെ വിഭാഗം ആരും പറഞ്ഞു കൊടുക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കും. രണ്ടാമത്തെ വിഭാഗം അവരുടെ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കും. അസ്റായീൽ പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ വിഭാഗത്തിന് റൂഹ് പിടിക്കാമെന്ന മലക്ക് തന്നെ പറഞ്ഞു കൊടുക്കും ഷഹാദത്ത് കലിമ. അത് കേട്ട് പറഞ്ഞിട്ട് ചിലർ മരിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം ഇത്തിരി കൂടെ VVIPകളാണ്. മൂന്നാമത്തെ വിഭാഗമാരാ? അവർ ഈ റൂഹ് പിടിക്കാൻ വന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വായിച്ചിട്ട് മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ വിഭാഗം ആരെങ്കിലും അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുക്കും, അത് കേട്ട് പറഞ്ഞിട്ട് മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈ നാല് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒന്നി നീ സ്വന്തം പറയണം, അല്ലെങ്കിൽ അസ്റായീൽ പറയുന്നത് കേട്ടിട്ട് പറയണം, അല്ലെങ്കിൽ അസ്റായീലിന്റെ മുഖത്ത് നോക്കി വായിച്ചിട്ട് മരിക്കണം, അല്ലെങ്കിൽ നിന്റെ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു തരുന്നത് കേട്ടിട്ടെങ്കിലും പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ നാല് വിഭാഗം ഏതാണെന്ന് എനിക്ക് ഇന്ന് നാളെയും പറയാനുള്ളത്. ഈ നാല് വിഭാഗം ആരാ ഇന്ന് നാളെയും പറഞ്ഞിട്ട് നമുക്ക് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിർത്താറായോ? 11 മണിയായി. 11 നിർത്താറായോ? ബോറടിച്ചോ? ബോറടിച്ചു കഴിഞ്ഞ് നിർത്തണം. കാരണം എന്ത്? നിസ്കരിക്കുന്ന സമയത്ത് പോലും ഉസ്താദന്മാര് വലിയ സൂറത്ത് ഓതാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കത്തില്ല, ഇയാൾക്ക് എന്തോടെ എന്നും ഖുൽ ഹുവല്ലാഹ് മാത്രമേ ഉള്ളൂ അല്ലേ? ഉസ്താദിന് വലിയ സൂറത്ത് ഓതാൻ അറിയാഞ്ഞിട്ടല്ല, ഓതാൻ അറിയാം. നിസ്കരിക്കുന്ന സമയത്ത് ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം എന്തേ? ഉസ്താദിന്റെ പുറകിൽ രോഗികൾ നിൽക്കുന്നുണ്ട്, രോഗം പിടിച്ചവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, പല അത്യാവശ്യത്തിന് പോകേണ്ടവർ നിസ്കരിക്കാൻ വേണ്ടി ചാടി കയറിയത്. അപ്പൊ ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരുന്ന പുറകെ നിൽക്കുന്നവൻ എന്താ പറയും? പണ്ടാരോടങ്ങാൻ കയറി നിർത്തുന്നില്ലല്ലോ അല്ലേ? എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ
പിന്നെ വാഴ കേൾക്കാൻ വന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറും കൂടി ഇരിക്കൂലേ? അരമണിക്കൂറും കൂടെ ഉറക്കപ്പറ ഇരുന്നൂടെ? കൈവക്കി പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കി പോണം. ഇന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ചാടി പൊക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വേണ്ടപ്പ ബക്കറ്റ് പിരിവുണ്ടല്ലോ അല്ലേ? വേണ്ട, അവസാനം എടുത്താൽ മതി. കാരണം ഇടയിലെടുത്താൽ എഴുന്നേറ്റ് ഓടും. അതിനൊരു വിഭാഗമുണ്ട്. ബക്കറ്റ് എടുക്കുമ്പോൾ പോകാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ 4 രീതിയിലാണ് ചിലര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കുന്നത്. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു പെടുത്തുമാറാകട്ടെ. മനുഷ്യ സ്വർഗത്തിൽ പോകാൻ വേറെ വലിയ അമലൊന്നും വേണ്ട. സ്വർഗത്തിൽ പോകാൻ വലിയ അമലൊന്നും വേണ്ട. ചാവാൻ കിടന്ന ഒരു പട്ടിക്ക് വൃത്തികെട്ട ഒരു പെണ്ണ് കുടിക്കാൻ അല്പം വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വ്യഭിചാരിയായ ഒരു പെണ്ണ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്ന ഒരു നായ്ക്ക് ഇത്തിരി വെള്ളം കൊടുത്തപ്പോഴാ സ്വർഗത്തിൽ പോയ. പള്ളിക്ക് സ്വർഗത്തിൽ പോകാനുള്ള 2 എളുപ്പ വഴി പറഞ്ഞുതരാം. സ്വർഗത്തിൽ പോകാനുള്ള 2 എളുപ്പ വഴി പറഞ്ഞുതരട്ടെ. ഒന്ന് പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയുണ്ടല്ലോ, പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയെടുത്ത് വെളിയിൽ കളഞ്ഞാൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിക്കകത്ത് പൊടി കണ്ട ഇത് മോദി സാഹിബിനുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ? പള്ളിക്കകത്ത് പൊടി കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് എടുത്ത് കളയണം. കാരണം എന്താ? അവന് പെട്ടെന്ന് സ്വർഗത്തിൽ പോകാമെന്ന. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. വഴി കിടക്കുന്ന കല്ലുകളൊക്കെ എടുത്ത് മാറ്റി, ജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്ന്. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബറക്കത്ത് വേണമെന്നുള്ളൊരു പെട്ടെന്ന് കൈവക്കി. ചിലര് പൊക്കത്തില്ല, കാരണം ബറക്കത്ത് എന്താന്ന് വാപ്പയ്ക്ക് അറിയില്ല. തന്നെ വെക്കാത്ത. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സുബഹിക്ക് ശേഷം ഉറങ്ങല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ ഉറങ്ങരുത്? സുബഹിക്ക് ശേഷം സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ വീടിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോ ഉറങ്ങാൻ പാടില്ല? ഇവിടെ സുബഹിക്ക് തന്നെ എഴുന്നേൽക്കുന്നില്ല, പിന്നല്ലേ സുബഹിക്ക് ശേഷം? സുബഹിക്ക് ശേഷം എന്ത് ബർക്കത്തില്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ബർക്കപ്പർ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ബർക്കത്ത് ഉണ്ടാകാനുള്ള ചില വഴികളുണ്ട്. സമയമുണ്ടെങ്കിൽ അവസാനം പറയാം, നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണ് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന്. വല്ലാത്ത മോഹമാണ്, വല്ലാത്ത കൊതിയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ചിലർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ, ചില ആൾക്കാരുണ്ടല്ലോ, ഈ സദസ്സിൽ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവര് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ ചാരത്ത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്ത പടച്ചവനെ, അവരുടെ നാവ് പൊക്കിയിട്ട് പറയാ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചിലർക്ക് അതിന് കഴിയില്ല. അവന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആ നഷ്ടവാളി ആരെന്നറിയുമോ? ആ പരാജയപ്പെട്ടവൻ ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത 5 വിഭാഗം ആൾക്കാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ, നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവനുണ്ടല്ലോ, അവന് സഹാദത്ത് കലിമ പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നമസ്കരിക്കാത്തവന്റെ കാര്യമല്ല, നമസ്കരിക്കാത്തവന്റെ കാര്യമല്ല, അല്ലാഹുവേ നമസ്കരിക്കുന്ന മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരുണ്ടല്ലോ, കൃത്യനിഷ്ഠതയില്ലാത്തവരുണ്ടല്ലോ, അലസനെ പോലെ മടിയനെ പോലെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കാത്തവനല്ല, വൈലെന്ന് പറയുന്ന പടച്ചുറപ്പിന്റെ നരകം നിസ്കരിക്കുന്നവർക്കുള്ളതാ. എങ്ങനെ നിസ്കരിക്കുന്നവർക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, നമസ്കാരം ഒരു കോമാളിത്തരം പോലെയാണ് ചിലർക്ക്. അവന് വൈലെന്ന് പറയുന്ന നരകമുണ്ടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവേ വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവനാണെന്ന് പറയുമ്പോ നിസ്കരിക്കാത്തവന്റെ കാര്യം പറയാനില്ല. ഇതിന് കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. കൂടിപ്പോയാൽ മരിക്കും, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. മരണത്തെ കുറിച്ചല്ലേ പറയാനേ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എല്ലാവരും മാറിയിരുന്നു. ഇങ്ങോട്ട് നോക്കാം. നിങ്ങൾ എന്തിനാ പേടിക്കണം? ഞാനല്ലേ കരണിന്റെ അടുത്ത് ഇരിക്കണേ. ആദ്യം എനിക്കല്ലേ